നമസ്കാരം. കേരളത്തിലെ 3 മുന്നണികൾ അവരവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കി. LDF, UDF, NDA. CPM-ന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, BJP-യുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പോകും എന്ന് പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രിക. ഈ വീഡിയോ പ്രകടന പത്രികകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം കേരളം മുഴുവൻ ഈ പ്രകടന പത്രികയുടെ ചിത്രങ്ങളും പരിപാടികളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നത്, നമ്മൾ സാധാരണ നമുക്ക് ചില ചിത്രങ്ങളും ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ചിത്രം കാണുമ്പം നമുക്കൊരു ശ്വാസം മുട്ടലുണ്ടാവും. ഈ ചിത്രം അത് ആ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരൊറ്റ സ്ത്രീ, കേരളത്തിലെ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് കൂടുതലെന്നാണ് വെപ്പ്. എന്നാൽ ഈ സ്റ്റേജിലെങ്കിലും അതിനൊരു പ്രസൻസ് കാണിക്കാനെങ്കിലും, ആളെ കാണിക്കാനെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഓരോ ഘടകകക്ഷികളുടെയും ഒന്നാമത്തെ നേതാവ് എന്ന് പറയുന്ന ആണുങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ടുള്ള പ്രതിസന്ധി അത് ഇനിയെങ്കിലും ആലോചിക്കും എന്ന് നമുക്ക് കരുതാം. പ്രകടന പത്രികയെക്കുറിച്ച് 2016 വിഖ്യാതമായ ഒരു പ്രയോഗം മാതൃഭൂമി ചാനലിൽ അന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്, ചർച്ച നയിച്ചുകൊണ്ട് വേണു ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നു. അന്നത്തെ LDF-ന്റെ പ്രകടന പത്രികയെക്കുറിച്ചാണ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, 2016 നമ്മൾ ഈ പ്രകടന പത്രികയുമായി നമ്മൾ ഈ സർക്കാർ ഇത് മുഴുവൻ നടപ്പാക്കിയാൽ നമുക്ക് തുടർ ഭരണം കിട്ടുമെന്ന്. അന്നത്തെ ആ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ചർച്ച, തെരഞ്ഞെടുപ്പ് പ്രചരണ ചർച്ചയിൽ നയിച്ചുകൊണ്ട് വേണു ബാലകൃഷ്ണൻ അത് പറഞ്ഞ്, ആ പ്രസ്താവന എടുത്തു പറഞ്ഞ് ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞ് ചിരിക്കുന്നൊരു വീഡിയോ ഒന്ന് ഭയങ്കര വൈറലായിരുന്നു. പിന്നീട് അത് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. അന്നത്തെ ആ ചിരി പക്ഷേ വസ്തുതയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം 2021 നടന്നു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആ സർക്കാരിന് തുടർ ഭരണം കിട്ടി. നമ്മൾ കോവിഡ്, നിപ്പ, പ്രളയം ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് കിട്ടിയത് എന്ന് പറയുമ്പോഴും ആ തുടർ ഭരണത്തിൻ്റെ 50% ഉത്തരവാദിത്തം ഇതിനൊന്നുമല്ല. പ്രകടന പത്രിക സമ്പൂർണ്ണമായി നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞു. 99% ആ പ്രകടന പത്രിക നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നത്തെ പ്രകടന പത്രികയിൽ കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൗതിക സാഹചര്യം, റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യം, ഇതിനൊക്കെ വലിയ പ്രതിസന്ധി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ കാലം കഴിഞ്ഞിട്ടുള്ള കേരള ജനം ഉണ്ടായിരുന്നു. KSEB-യിലടക്കം, ഇലക്ട്രിസിറ്റിയിലടക്കം. അതിനെയൊക്കെ ആ 5 കൊല്ലത്തിൽ വലിയ തോതിൽ മറികടന്നു. കിഫ്ബി എന്ന് പറയുന്ന ഒരു സ്വപ്ന സമാനമായൊരു പരിപാടി തോമസ് ഐസക് നടപ്പാക്കുകയും ആ തുടർഭരണം സാധ്യമാവുകയും ചെയ്തു. 16 കഴിഞ്ഞ് 21 തുടർഭരണം വന്ന സമയത്തും സമാനമായ നിലയിൽ ഈ തരത്തിൽ എന്താ പറയുക, പ്രകടന പത്രികയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പ്രകടന പത്രിക മുന്നണിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കി. ആ സമയത്താണ് PS ശ്രീധരൻപിള്ളയുടെ പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രകടന പത്രികയൊക്കെ പലരും പറയും, അതൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്നായിരിക്കാണ് അറിയാത്തത് എന്ന് പറയുകയുണ്ടായി. ഒരുപക്ഷെ ഈ 10 കൊല്ലത്തിനിടയിലാണ് പ്രകടന പത്രികയ്ക്ക് വലിയ പ്രാധാന്യം വന്നത്. പിന്നീട് വന്ന സർക്കാരിൻ്റെ, അതായത് നിലവിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരിമിതി നമുക്ക് മുന്നിലേക്ക് വന്നത്, അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിനുണ്ടായിരുന്ന ആനുകൂല്യം കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കി. കിഫ്ബി എന്ന് പറയുന്ന കേരളത്തിൻ്റെ വലിയ സാധ്യതയെ ഈ വായ്പ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തെ കെണിയിലാക്കി ഈ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ. അതോടുകൂടി നമുക്ക് ആ സാധ്യതയെ വലിയ കുരുക്കിലേക്ക് കൊണ്ടുപോയി. കേരളത്തിനെ സാമ്പത്തികമായി ഒരു ഉപരോധ സമാനമായ സമീപനം കേന്ദ്രം കൈക്കൊണ്ടു. അത് സാമ്പത്തികം മാത്രമല്ല, ഇവിടത്തേക്ക് വരേണ്ടിയിരുന്ന സഹായങ്ങൾ, വിദേശത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ കേന്ദ്രം മുടക്കുന്ന, നിയമനിർമ്മാണം തന്നെ നടത്തി മുടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിലെ ലോൺ വായ്പ എഴുതി തള്ളുന്ന ദുരന്തബാധിതരുടെ ഒരു സാധ്യതയെ കേന്ദ്രം മുടക്കി കോടതിയിൽ ആ നിയമം തന്നെ മാറ്റിയിട്ട് കൊണ്ട് ഇങ്ങനെ ഒരു നിയമമില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് കേരളത്തെ കുരുക്കിലാക്കിയിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് തന്നെ വേണം പറയാൻ. 2026 പ്രകടന പത്രികയിലേക്ക് കടക്കുമ്പം 2021 രണ്ടാം പിണറായി സർക്കാരിലേക്ക് നയിച്ച ആ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റിയില്ല. അതിൽ ഒന്ന് ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ 2000-ലാണ് നിൽക്കുന്നതിന് 500 രൂപയുടെ പെൻഡിങ് വന്നു. അതിന് മുമ്പത്തെ സർക്കാർ അത് പൂർത്തിയാക്കിയിരുന്നു എങ്കിലും ഈ സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വാഗ്ദാനങ്ങൾ, ഇപ്പോൾ ദേശീയപാത അടക്കം അതിൻ്റെ പൂർണ്ണ നിലയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടൽ അനിവാര്യമായൊരു സാഹചര്യം. അത്തരത്തിലുള്ള പിന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് കേരളയിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെയാണ് LDF, ആദ്യം നമ്മൾ LDF-ന്റെ പ്രകടന പത്രികയാണ് നോക്കുന്നത്. ഈ പ്രാവശ്യം വരുന്നത് LDF-ന്റെ പ്രകടന പത്രികയിൽ 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പൊതുവായി LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും പ്രകടന പത്രികയിൽ 3000 രൂപയുടെ
ക്ഷേമ പെൻഷനാണ് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാടിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളുമാണ് അതിനകത്തുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യക്ഷേമവുമാണ് മുൻനിർത്തിയിട്ടുള്ളത്. അതിൽ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ അതിദാരിദ്ര്യമുക്തിയാണ് ആ സർക്കാരിൻ്റെ പ്രകടന പത്രിക ഉണ്ടായിരുന്നത്. അതവർ നടപ്പാക്കി, പ്രാക്ടിക്കലായി തന്നെ നടപ്പാക്കി. ഇപ്രാവശ്യം കേവല ദാരിദ്ര്യം എന്ന കൺസെപ്റ്റ് ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനമാണ്. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് വലിയ ആകാംക്ഷയോടെ ഞാൻ നോക്കിക്കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും ദരിദ്രരായ 5 ലക്ഷം കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റും. ക്ഷേമ പെൻഷനുകളെല്ലാം 3000 ആക്കും. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്ന മുതിർന്ന പൗരന്മാർക്കായി ആഗോള മാതൃകയിലുള്ള പദ്ധതികൾ നടപ്പാക്കും. ഒപ്പം തൊഴിലും വിദ്യാഭ്യാസവും പഠിച്ചാൽ ജോലി ഉറപ്പ് എന്ന ഒരു പ്രഖ്യാപനം കൂടി അവർ നടത്തുന്നുണ്ട്. 50% പേർക്ക് തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. കുടുംബശ്രീ വഴി 20 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രാദേശിക തൊഴിൽ നൽകും. ഒപ്പം കൃഷിയും അനുബന്ധ മേഖലകളും നെല്ലിൻ്റെ തറവില 35 രൂപ, നാളികേരത്തിന് 45, റബ്ബറിന് 300 രൂപ ഇങ്ങനെ വർദ്ധിപ്പിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം പശ്ചാത്തല സൗകര്യ വികസനം 5 വർഷം കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആണ് പശ്ചാത്തല മേഖലയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. ലൈഫ് മിഷൻ 2.0 വഴി അവശേഷിക്കുന്ന കുടുംബങ്ങൾക്കും വീട് നൽകി കേരളത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കി മാറ്റും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ, കൊച്ചി വാട്ടർ മെട്രോ, ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. എല്ലാ റെയിൽവേ ലെവൽ ക്രോസുകളും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും. അതൊരു പരിധിവരെ ഇപ്പോഴും തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഒപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്കണവാടി സ്മാർട്ടാക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മിനിമം ശേഷി ഉറപ്പുവരുത്തും. സാർവത്രിക ആരോഗ്യ പരിരക്ഷ മുതലായ കാര്യങ്ങൾ. കാരുണ്യ ചികിത്സാ പദ്ധതി 5 ലക്ഷം എന്നതിൽ നിന്ന് മാറ്റി പരിധിയില്ലാത്ത ആനുകൂല്യം ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. പിന്നെ മറ്റ് പ്രധാന നിരവധി പദ്ധതികൾ: ജീവജലം കേരളം, വെള്ളം എത്തിക്കുന്നത്, ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും, സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്നിവയാണ് അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളായി വരുന്നത്. ഇനി UDFൻ്റേതാണ്. UDFൻ്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധി പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ, VD സതീശൻ്റെ യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നമുക്കറിയാം KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സഹായം, യുവാക്കൾക്ക് സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപ വരെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഓരോ കുടുംബത്തിനും, മുതിർന്ന പൗരന്മാർക്കായി ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തുടങ്ങിയവയാണ് ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ. ഒപ്പം ശ്രദ്ധേയമായത് തിരുവനന്തപുരം നഗരങ്ങളിൽ, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പാക്കും എന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതിൻ്റെ പ്രാഥമിക പഠനം അല്ലെങ്കിൽ പ്രാഥമികമായ ചർച്ചകളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. മെട്രോ റെയിലിൻ്റെ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. UDF പ്രകടന പത്രികയിലെ മറ്റ് ചില വാഗ്ദാനങ്ങൾ: ഒന്ന്, ഇന്ദിരാ ഗ്യാരണ്ടി നേരത്തെ പറഞ്ഞതാണ്. അതുകൂടാതെ ആരോഗ്യമേഖല, കാരുണ്യ ബെലവനൻ്റ് ഫണ്ട്, ശ്രുതി തരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കും. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഷീ ഹോസ്പിറ്റലുകൾ, ജിപ് ആരംഭിക്കും. അതൊക്കെ ഇതിൽ പലതും നിലവിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശുപത്രി ഉണ്ട്. എത്ര തിരുവനന്തപുരത്തുണ്ട്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട്. കുട്ടികളുടെയും അമ്മമാരുടെയും കുട്ടികളുടെ ആശുപത്രി ഉണ്ട്. ഇത് എങ്ങനെയാണ് അങ്ങനെ ഇവരുടെ വാഗ്ദാനമായിട്ട് വരുന്നതെന്ന് അറിയില്ല. പേര് മാറ്റുന്നതായിരിക്കും, ഷീ ഹോസ്പിറ്റൽ എന്നാക്കും എന്നായിരിക്കും. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കും. ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാക്കും. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഉള്ള വാഗ്ദാനങ്ങളുണ്ട്. അതിൽ എല്ലാം നിലവിലുള്ളത് തന്നെയാണ്. അത് ആണ് അതിൻ്റെ തുടർച്ചയായിട്ട്. കൃഷിയും മത്സ്യബന്ധനവും വരുന്നുണ്ട്. റബ്ബറിന് 300 രൂപ തറവില, നെല്ലിന് 35 രൂപ സംഭരണ വില, മത്സ്യത്തൊഴിലാളികൾക്കും KSRTC ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി, തീരദേശവാസികൾക്ക് പട്ടയം. വിദ്യാഭ്യാസവും തൊഴിലും ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും. സിദ്ധാർത്ഥൻ സ്റ്റുഡൻസ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരും ഈ റാഗിങ്ങിനെതിരെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല നിയമം നടപ്പാക്കും. അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ പഠിക്കാൻ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. 10,000 പുതിയ MSMEകൾ തുടങ്ങാൻ സഹായം നൽകും. പിന്നെ ക്ഷേമ പദ്ധതി: വിശപ്പില്ലാത്ത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീൻ, 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട്, ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 25% കൂടുതൽ തുക നൽകും. ആശാ വർക്കർമാരുടെ വേതനം കുറഞ്ഞത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കും. ആശാ വർക്കർമാരാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ നോക്കിയത്. പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾ കുറഞ്ഞ ചെലവിൽ നടത്തുന്നതിന് സ്നേഹ സുമംഗലി കല്യാണ മണ്ഡപങ്ങൾ നിർമ്മിക്കും. അതിൽ ഏറ്റവും പ്രധാനം 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട് നൽകും എന്നുള്ളതാണ്. നിലവിൽ
മുകളിൽ 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതി വഴി നൽകിയതിൻ്റെ പ്രചരണം LDF നടത്തുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ആംഗിളാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. വയനാട്ടിൽ പിരിച്ച തുക ഇതുവരെ കണക്ക് പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല എത്ര രൂപ കിട്ടിയെന്ന് പോലും പറയാൻ, ആ പണം എവിടെയുണ്ടെന്ന് പോലും പറയാൻ പറ്റാതെ സ്ഥലം വിവാദമായപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് അവിടെ വെച്ചിട്ടുള്ള UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെയുള്ള വിശ്വാസ്യത ഇല്ലാത്ത നിലയിലേക്ക് അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ ഇടയുള്ളത്. ഇന്നത്തെ ഈ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ VD സതീശൻ രോഷം മൂലം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാളുടെ മൈക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടി പറയുന്ന ദൃശ്യങ്ങളും നമ്മളിന്ന് കണ്ടതാണ്. ഇതാണ് ഒരു കാര്യം. പിന്നെ ഭരണവും വികസനവും അഴിമതി തടയാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ട്. മതസൗഹാർദ്ദം ഉറപ്പാക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ് സ്ഥാപിക്കും. കേരളത്തിൻ്റെ തീരദേശവും നദികളും ബന്ധിപ്പിച്ച് മിഷൻ സമുദ്ര. തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളും ലൈറ്റ് മെട്രോ. ലഹരിമുക്ത കേരളത്തിന് ബ്രേക്ക് ഡ്രഗ് ചെയിൻ പദ്ധതി. അതായത് കേരളത്തിലെ സർവോപരി അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കേരളത്തിലേക്ക് നടപ്പാക്കാൻ പോകുന്നൊരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ആചാര സംരക്ഷണത്തിനായി നിയമം നടപ്പാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ മുന്നിൽ ഉണ്ടായിരുന്നൊരു സംഗതിയാണ് ശബരിമലയെ മുൻനിർത്തി ആചാര സംരക്ഷണത്തിന് നിയമം നടപ്പാക്കും. ആചാരം തെറ്റിച്ച് അകത്ത് കയറിയാൽ അവരെ തടവ് ശിക്ഷ അടക്കം അമ്പലത്തിലെങ്ങാനും കയറിപ്പോയാൽ, ഇപ്പോൾ എന്താ പറയുക, നമ്മളെ ഋതുമതിയായ പെൺകുട്ടികൾ എങ്ങാനും അമ്പലത്തിൽ കയറിക്കൂടാ എന്നുള്ള നിയമമുള്ള അമ്പലത്തിൽ കയറിപ്പോയാൽ ആചാര ലംഘനമായാലും ഉടനെ സാധാരണ നമ്മൾ പുണ്യാഹം തെളിച്ച് അത് തൽക്കാലം മനുഷ്യന്മാരാണല്ലോ പുണ്യാഹം തെളിച്ച് തീർക്കലാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അവരെ തടവ് ശിക്ഷ അടക്കമുള്ള നിയമങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള വിധികൾ കിട്ടുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരും. ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആചാരം എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിർത്തേണ്ട ഒരു സാധനമല്ല ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എന്തായാലും ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് വാദിച്ച പ്രശസ്ത ദളിത് ചിന്തകൻ കൂടിയായ സണ്ണിയം കബിക്കാട് ഈ പ്രകടന പത്രിക കൊണ്ടാണ് വോട്ട് പിടിക്കാൻ പോകേണ്ടിയിരുന്നത്. എന്തായാലും കബിക്കാടിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്ത എത്രയോ ആശ്വാസമായി. ആചാര സംരക്ഷണ നിയമത്തിന് വോട്ട് ചെയ്യണമെന്നാണ് മൂപ്പർ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു ഗതികേട് മൂപ്പർക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ ആശ്വാസം തോന്നും. അങ്ങനെ ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ മുമ്പിൽ വെച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് UDFൻ്റേതായി നമ്മുടെ മുമ്പിലേക്ക് വന്ന പ്രകടന പത്രികയിൽ ഈ നേരത്തെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ 3000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. അവിടെ പെൻഷനും അല്ലെങ്കിൽ വീടുകളും ഒക്കെ വാഗ്ദാനം ചെയ്തു വന്ന രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ വീട് മുഴുവൻ ആ സർക്കാരിൻ്റെ കോൺഗ്രസിൻ്റെ പെയിൻ്റ് അടിച്ച് പതാകയും സ്ഥാപിച്ച വീടുകളാണ്. കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ അന്തസ്സിടിക്കും എന്ന് പറഞ്ഞ് മോദിയുടെ ചിഹ്നം പോലും പതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ആ കേന്ദ്രവിഹിതം പോലും നമുക്ക് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ആ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ മുൻ സർക്കാർ. ഇനിയുള്ള കാലത്ത് രേവന്ത് റെഡ്ഡിയുടെ പോലത്തെ വീടാണോ ഇവിടെ കൊടുക്കുക എന്ന് നമുക്കറിയില്ല. ഈ 5 ലക്ഷം വീട് അതൊന്ന്. പിന്നെ അവിടെ ക്ഷേമ പെൻഷൻ 1.5 വർഷമായിട്ട്, അതായത് സർക്കാർ വന്ന ആദ്യത്തെ മാസം കഴിഞ്ഞ് ഫുൾ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറുതായിട്ടാണെങ്കിലും. ആ രേവന്ത് റെഡ്ഡിയാണ് ഇവിടെ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത് 3000 രൂപ പെൻഷൻ കൊടുക്കും എന്ന്. നമുക്കറിയില്ല, അവർക്ക് വന്ന് കൊടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും മൂന്നാമത്തേതാണ് NDAയുടെ പ്രകടന പത്രിക. അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു നോക്കണം. NDAയുടെ പ്രകടന പത്രികയിലെ വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിൽ നടപ്പായ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ഇതിൽ എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. തൊഴിൽ നിക്ഷേപ വിപ്ലവത്തിന് ഉതകും വിധത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഒരു വിഭാഗം. തൊഴിൽദായകരായ സംരംഭകർക്ക് ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പരിധിയിൽ വായ്പ, കുറഞ്ഞ പലിശയിൽ വ്യാപക നിക്ഷേപങ്ങളിലൂടെ 6 കോർപ്പറേഷനുകളെ എക്കണോമിക് ഹബ്ബുകളാക്കും. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി കൂടുതൽ തൊഴിലവസരം, മെച്ചപ്പെട്ട ജീവിതം, പരിമിതമായ ചെലവ് സാധ്യമാക്കുന്ന മറ്റ് ഒരു വിഭാഗമുണ്ട്. പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ. മറ്റ് 2 മുന്നണികളും ഉണ്ട്, ഇവരുണ്ട്. അർഹരായ ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അവർക്കാണ് ഈ 3000 രൂപ പെൻഷൻ. അർഹരായ ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും മാത്രമാണ് 3000 ക്ഷേമ പെൻഷൻ. ബാക്കി എല്ലാവർക്കും ഇല്ല. അർഹരായ സ്ത്രീകൾക്ക് 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്. കേരളത്തിൽ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം. അർഹരായ കുടുംബങ്ങൾക്ക് ഓണത്തിനും ക്രിസ്മസിനും സൗജന്യ LPG സിലിണ്ടർ. എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പരിരക്ഷ. മത്സ്യബന്ധന ബോട്ടുകളിൽ അത്യാധുനിക എഞ്ചിനുകൾ സ്ഥാപിക്കാൻ സബ്സിഡി 75%. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം 6000 രൂപ. നിത്യേനയുള്ള മത്സ്യലഭ്യതയ്ക്ക് താങ്ങുവില. പ്ലാന്റേഷൻ ഭൂമികളിലെ ഇടവിള കൃഷികൾക്ക് അനുമതി. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല. കേരളത്തിലെ ആദ്യത്തെ എയിംസ്. വിഴിഞ്ഞത്ത് ഒരു വ്യാവസായിക കേന്ദ്രമാക്കി വിഴിഞ്ഞത്തെ മാറ്റും. എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം. 6 വികസിത കോർപ്പറേഷനുകൾക്കായുള്ള 10 വർഷം മാസ്റ്റർ പ്ലാൻ. മിനിമം ഒരു പ്രകടന പത്രിക ഉണ്ടാക്കുമ്പോൾ എന്താ നാട്ടിലുള്ളതെന്നെങ്കിലും അന്വേഷിക്കണം. ഒന്നാമത് കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം
വിദ്യാഭ്യാസമുണ്ട്. അതായത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ, ഇപ്പോൾ കേരളത്തിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ തന്നെ മതിയാവും. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, മലയാളം മീഡിയം. കേരള സിലബസ് ആണെന്നേ ഉള്ളൂ. ഇവർ ഉദ്ദേശിക്കുന്നത് CBSE പഠിപ്പിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നിലവിലുള്ളതാണ്. അതിന് BJP വന്നിട്ട് നടപ്പാക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് വിഴിഞ്ഞത്തെ ആണ്. വിഴിഞ്ഞം തുറമുഖം വന്നല്ലോ, ഇനി അത് ഉണ്ടാക്കും. കേരളത്തിലെ ആദ്യത്തെ എയിംസ് ചോദിച്ച ആളോട് മറ്റവൻ്റെ മോനെ എന്ന് വിളിച്ച BJPയുടെ സമുന്നത നേതാവ്, ആക്ഷൻ ഹീറോ നടൻ സുരേഷ് ഗോപിയുടെ കാര്യം നമുക്കറിയാം. ഇനിയിപ്പോൾ ഇവർ കൊണ്ടുവരുന്നു വീണ്ടും പറയണം. എത്ര ബഡ്ജറ്റിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ കേരളത്തിൽ വന്നിട്ടേ കൊണ്ടുവരുള്ളൂ എന്നാണ് പറയുന്നത്. കേരളം ഇവിടെ സ്ഥലം വരെ കണ്ട് കേന്ദ്രത്തിന് അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായി, ഇതുവരെ അത് പരിഗണിക്കുന്ന പോലുമില്ല. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല, റെയിൽ അല്ലെങ്കിൽ അതിവേഗ പാത എന്ന് പറയുന്നതിനെതിരെ ഇവിടുന്ന് സമരം നടത്തി അവിടുന്ന് മുടക്കിയ ടീമാണ് പറയുന്നത് ഇത് തരാമെന്ന്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, അതിപ്പോൾ എല്ലാവരും പറയുന്നതാണ്. പ്രാഥമികമായി അതിൻ്റെ പഠനവും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങളും നടന്നു കഴിഞ്ഞു എന്നുള്ളത് നിലവിലെ അവസ്ഥയുമാണ്. എന്തായാലും ജനസൗഹൃദ ഭരണം എന്ന് പറയുന്ന വേറൊരു ഘട്ടം കൂടിയുണ്ട്. അതായത് ശബരിമലയും ഗുരുവായൂരും ഉൾപ്പെടെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് ഭക്തർക്ക് കൂടുതൽ പങ്കാളിത്തം, അതായത് ദേവസ്വം ബോർഡ് എടുത്തു കളയുന്നുള്ള അവരുടെ ഇതാണ്. മുല്ലപ്പെരിയാർ പരസ്പര സഹകരണത്തോടെ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. വോട്ടിനായുള്ള വെറും വാഗ്ദാനമല്ല, പറഞ്ഞത് NDA നൽകുന്ന വാക്കാണ് എന്നാണ്. വാക്കാണെന്ന് പറയുന്നത് VD സതീശൻ്റെ പ്രയോഗമാണ്. അത് NDAയും കണ്ടെടുത്തിരിക്കും. ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ പ്രകടന പത്രികയുടെ ഒരവസ്ഥ. പ്രകടന പത്രികയ്ക്ക് സാധാരണ കുറച്ച് സമയം ചർച്ച ചെയ്യാൻ വേണ്ടി കിട്ടാറുണ്ട്. ഇത്തവണ ഇലക്ഷൻ കുറച്ച് സമയം പ്രചരണകാലം ഉള്ളതുകൊണ്ട് ഇനി 4-5 ദിവസം മാത്രമേ ചർച്ച ചെയ്യാൻ സമയമുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10 വർഷത്തെ 2 വർഷത്തെ 2 ടേമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ കാലയളവ് അവർ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ കൊല്ലവും അവതരിപ്പിക്കും. പിന്നെ മൊത്തം വാഗ്ദാനങ്ങൾ, പ്രകടന പത്രികയിലെ വാഗ്ദാനം 100 പാസ്സാക്കി, നടപ്പായി 200 അവസാനം 900 എന്ന് പറഞ്ഞവർ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ തവണയും നടപ്പാക്കാറുണ്ട്. അത് കൂടി വന്ന സാഹചര്യത്തിലാണ് ഈ പ്രകടന പത്രിക കേരളത്തിൽ ഇത്രയും പ്രാധാന്യം കൈവന്നത്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പ്രകടന പത്രിക ഇങ്ങനെ ഇലക്ഷന് പറയുന്നതാണ് എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുള്ളത്. പേരിനെന്തെങ്കിലും ചെയ്യുക. ഇപ്പം ക്ഷേമ പെൻഷൻ 600 രൂപയാക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടെങ്കിൽ, ഒന്നുകിൽ ക്ഷേമ പെൻഷൻ ആകുമ്പം ലെഫ്റ്റിൻ്റെ ഒരു അടിസ്ഥാന പോളിസി ആയതുകൊണ്ട് അവർ നടപ്പാക്കും. ഇപ്പോൾ UDF ഉമ്മൻചാണ്ടിയോ ആൻ്റണിയോ ഒക്കെ വന്നാൽ ചെയ്യാൻ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 600 രൂപയാക്കും. അപ്പം പിറ്റത്തെ പ്രാവശ്യം അത് എല്ലാവർക്കും ആക്കുമ്പം വാഗ്ദാനം പാലിച്ചത് ഞങ്ങളാണ്, 700 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഞങ്ങളാക്കും. അപ്പോൾ ആയിരിക്കും ചിലപ്പോൾ 70 വയസ്സിനുള്ളവർക്കായിരിക്കും, അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്ക് 1000 രൂപയാക്കിയിട്ടുണ്ടാവും. ക്ഷേമ പെൻഷൻ മൊത്തത്തിൽ അതൊന്നും ആയിരിക്കില്ല, അതൊരു 10% താഴെ ആയിരിക്കും. പക്ഷേ മൊത്തത്തിൽ ഞങ്ങളാണ് ഉയർത്തിയത് എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുക, ഒരു കാര്യം നടപ്പാക്കി എന്ന് പറഞ്ഞുണ്ടാക്കുക. അങ്ങനെയൊക്കെയാണ് ഗിമ്മിക്കുകളാണ് സാധാരണ ഉണ്ടാക്കുക പ്രകടന പത്രിക നടപ്പാക്കി എന്ന് പറയുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് പുതിയ സാഹചര്യം വന്ന് ഈ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇത്തവണ അതിൽ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനിലുണ്ടായ 2500 ആക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ എത്തിയ 2000 വരെ മാത്രം എത്തിയിട്ടുള്ള സാഹചര്യം ലെഫ്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രതിരോധമാണ്. അവർക്കത് 3000-ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസനീയമായി അത് അവതരിപ്പിക്കാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ സാഹചര്യം അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രകടന പത്രികയെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.